ഹലോ ഗൈസ്, ഈ ആയുർവേദത്തിനെതിരെയുള്ള ഈ ഒരു പ്രൊപ്പഗാൻഡ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ നാട് നേരിട്ടിട്ടുള്ള അധിനിവേശങ്ങളോളം പഴക്കമുണ്ട് ആയുർവേദം നേരിട്ടിട്ടുള്ള ആക്രമണങ്ങൾ. അതുപോലെ ബ്രിട്ടീഷുകാരുടെ സമയത്തും നമ്മുടെ ഈ ഒരു ശാസ്ത്രം അവരുടെ വൈദ്യശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിന്റെ പല കാര്യങ്ങളും അവർ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് ആയുർവേദം ഒരു ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സയൻസ് ആയതുകൊണ്ടും ടൈം പ്രൂവൺ ആയിട്ടുള്ള ഒരു സയൻസ് ആയതുകൊണ്ടും അത് നിലനിന്ന് പോരുന്നതാണ്. നമുക്ക് ഇപ്പോഴും ആ ഒരു മാനസികമായിട്ടുള്ള അടിമത്തം ഉണ്ട്. സായിപ്പ് അംഗീകരിച്ചാൽ മാത്രമേ നമുക്കൊരു കാര്യത്തെ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മാനസിക അടിമത്തത്തിലാണ് നമ്മൾ ഇന്നും കഴിഞ്ഞുകൂടുന്നത്. നമ്മുടെ നാട് സ്വതന്ത്രമായതിനു ശേഷം ആയുർവേദത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാഠ്യക്രമങ്ങളും ഡിഗ്രി കോഴ്സുകളും അതുപോലെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ നാട്ടിൽ. ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സ് തന്നെയാണ് ഇന്ന് രോഗികളെ ചികിത്സിക്കുന്നത്. അത് എല്ലാ തരത്തിലുള്ള മോഡേൺ ഫെസിലിറ്റീസും അവൈൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആയുർവേദ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോഡേൺ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഒന്നും ഒന്നിന്റെ കുത്തകയല്ല, മോഡേൺ മെഡിസിന്റെ കുത്തകയല്ല. അത് ഏത് വൈദ്യശാസ്ത്രത്തിനും ഉപയോഗിക്കാൻ പാകത്തിനുള്ളതാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ റിസോഴ്സ് ആണ്. ആ റിസോഴ്സിനെ അവൈൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, എല്ലാ മനുഷ്യർക്കും പറ്റും. രോഗിയെ വ്യക്തമായിട്ട് തിയറിറ്റിക്കലായിട്ട് ആ പ്രോട്ടോകോൾ പ്രകാരം എങ്ങനെ ചികിത്സിക്കാം, എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ നമുക്ക് ഫർദർ റെഫർ ചെയ്യണം, അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയോട് കൂടി തന്നെയാണ് ഓരോ ആയുർവേദ ഡോക്ടറും ചികിത്സിക്കാനിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തോന്നിയ പോലെ നാട്ടുവൈദ്യവും ഗ്രഹവൈദ്യവും മറ്റു വൈദ്യവും ലാടവൈദ്യവും ഒക്കെ കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം കൊണ്ട് ആയുർവേദത്തിന്റെ തലയ്ക്ക് കെട്ടിവെച്ച് കഴിഞ്ഞാൽ വി ആയുർവേദിക് ഡോക്ടേഴ്സ് ആർ നോട്ട് റെസ്പോൺസിബിൾ ടു ആൻസർ യുവർ ക്വയറീസ്. അതുപോലെ തോന്നിയ പോലെ ആയുർവേദ മരുന്നുകൾ എടുത്ത് കഴിക്കുക. അരിഷ്ടത്തിൽ ബേസിക്കലി മദ്യമുണ്ട്. ഒരു മദ്യലഹരിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് കഴിച്ചിട്ട് ലിവർ അടിച്ചു പോയിട്ട് കഴിഞ്ഞിട്ട് അത് ആയുർവേദത്തിന്റെ തലക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആൻസറബിൾ ആണോ? ആയുർവേദ മേഖലയിൽ വർക്ക് ചെയ്യുന്ന 100,000 ആൾക്കാർ നമ്മുടെ നാട്ടിൽ മാത്രമുണ്ട്, കേരളത്തിൽ മാത്രമുണ്ട്. ഇത്രയും ആൾക്കാരെ കൊലക്കി കൊടുത്തിട്ട് വേണോ നിങ്ങൾക്കൊക്കെ പ്രൊപ്പഗാൻഡ വളർത്താൻ? പ്രതികരിക്കാനില്ല എന്ന് കരുതി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം വാഴകളാണെന്ന് വിചാരിക്കരുത്. അതിപ്പോൾ വാഴയുടെ സംവിധായകനായാലും പ്രൊഡ്യൂസർ ആയാലും. സോഷ്യൽ മീഡിയയിൽ വന്ന് ആയുർവേദത്തിനെതിരെ തെറി വിളിക്കുന്ന പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഒരു വലിയ പ്രൊപ്പഗാൻഡയുടെ ചട്ടുകങ്ങളായി വർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡേൺ മരുന്ന് കമ്പനികൾക്കും മോഡേൺ ഡോക്ടേഴ്സിനും ഒക്കെ ആയുർവേദ വൈദ്യശാസ്ത്ര മേഖല ഒരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ തള്ളിപ്പറയുന്ന പല ആൾക്കാരും ഇൻക്ലൂഡിംഗ് മോഡേൺ ഡോക്ടേഴ്സ് ആൻഡ് സർജൻ ഞങ്ങളുടെ ഹോസ്പിറ്റൽസിൽ തന്നെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്. അവരുടെ അസുഖങ്ങൾ ഭേദമായിട്ട് തന്നെയാണ് പോകുന്നത്. കിടന്നു വരുന്ന രോഗികളെ നടത്തിവിട്ട പാരമ്പര്യം ഓരോ ആയുർവേദ ഹോസ്പിറ്റലുകൾക്കും പറയാനുണ്ടാവും. ഈ പറയുന്ന ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാനും അത് ചെയ്തിട്ടുള്ളതാണ്. ആയുർവേദ മേഖലയിൽ അതിൻ്റെതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് മൊത്തം ഒരു പിന്തിരിപ്പൻ മേഖലയാണെന്നുള്ളത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കാണ് പൊതുജനങ്ങളെ. ആയുർവേദ മരുന്നുകൾ മറ്റെല്ലാ മരുന്നുകളെയും പോലെ തന്നെയാണ്. സൈഡ് എഫക്ട്സ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. തോന്നിയ പോലെ കഴിച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ഒരു ആയുർവേദ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി തന്നെ നിർദ്ദേശത്തോടുകൂടി തന്നെ കൃത്യമായ ഡോസേജിൽ വ്യക്തമായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്നും ആഹാരം പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരളല്ല എല്ലാം അടിച്ചു പോകും. ചൈന പോലെയുള്ള മറ്റ് രാജ്യക്കാർ അവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇൻക്ലൂഡിങ് മെഡിസിൻ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുറെ കൃമികീടങ്ങളുണ്ട്. നമ്മുടെ മലർന്നു കിടന്ന് കാർക്കിച്ച് തുപ്പുന്ന കുറെ കൃമികീടങ്ങൾ. അവരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ബട്ട് ഞാൻ ഇത് സംസാരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.